എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇലക്ഷന് പോയിട്ട് വന്നേക്കാണ് വോട്ട് ചെയ്യാൻ. ഞങ്ങൾ വോട്ട് ചെയ്തു കേട്ടോ. കണ്ടോ, നല്ല മഞ്ഞാണ്. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അങ്ങോട്ട് കുറച്ച് ദൂരം പോയിക്കും, എന്നിട്ട് തിരിച്ചെന്നാ പറയാം. കുഴപ്പമൊന്നുമില്ലല്ലോ. അവരും വീഡിയോ ചെയ്യാ. സ്കൂളാണ് ഇവിടെ ഒരു സ്കൂളുണ്ട്. സ്കൂൾ ഗ്രൗണ്ടിൽ ഞങ്ങളിവിടെ ബാഡ്മിന്റൺ കളിക്കാൻ വരുമായിരുന്നു കേട്ടോ. ഇപ്പൊ കോവിഡ് വന്ന കാരണം അത് നടക്കുന്നില്ല. തിരിക്കണോ? കുറച്ചുകൂടി രസമുണ്ട്. ഇവിടെയൊക്കെ ഞങ്ങള് വാക്കിങ്ങിന് വരുന്ന സ്ഥലമായിരുന്നു. നിങ്ങൾക്ക് മഞ്ഞ് കാണാമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഹമ്പുണ്ട്, ഹമ്പ്. ഞങ്ങോട്ട് പോയി തിരിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇവിടെ തിരിച്ചോ. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. വീടെത്തി. കാലത്തെ വോട്ട് ചെയ്ത് ഞാനിപ്പോൾ തോട്ടത്തിലാട്ടോ. നമ്മളെ ബാംഗ്ലൂര് വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ തോട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. ചെറിയ തോട്ടമാണ്. ഇപ്പം പേരമരത്തിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. നമ്മുടെ പേരമരത്തിൽ ചെറിയ പേരമരമാണ്. അതിൽ ഇഷ്ടംപോലെ പേരൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ, ഇതിപ്പോൾ ആയിട്ടുണ്ട്. നമുക്കിനി കൂർക്ക കൃഷി ചെയ്തതിലേക്ക് പോവാട്ടോ. കൂർക്കയൊക്കെ ആയിട്ടുണ്ട്. അത് നമുക്ക് പറിക്കാം. ഇതിപ്പോൾ ഒരു 6 മാസമായിട്ടുണ്ട് ഈ കൂർക്ക വെച്ചിട്ട്. ഇതിൽ ക്യാരറ്റും ഉണ്ട്, അപ്പുറത്ത് കൂർക്കയും നട്ടിട്ടുണ്ട്. കൂർക്ക ഇതിൻ്റെ അത് നട്ട കൂർക്ക ഒരു 9 മാസമായിട്ടുണ്ട് കേട്ടോ. സാധാരണ 5 മാസം എന്നാണ് പറയാറ് കൂർക്ക കൃഷി ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇത് എത്ര ഉണ്ടെന്ന് കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മളുടെ തന്നെ ഇതാണ്ട റോസ്, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. പൂക്കം അടുത്ത് കാണിച്ചു കേട്ടോ. ഇഷ്ടംപോലെ ഉണ്ടായി കിടക്കുന്നുണ്ട്. ഞങ്ങൾ ആദ്യം വിചാരിച്ചു കിട്ടില്ല എന്നാണ് വിചാരിച്ചത്. 5 മാസം കഴിഞ്ഞിട്ടും കിട്ടില്ല എന്നാണ് വിചാരിച്ചത് കാണാഞ്ഞപ്പോൾ. ഇപ്പോഴാണ് അതൊന്ന് ഇത്. എല്ലാവരും കൂർക്കയൊക്കെ കൃഷി ചെയ്ത് നോക്കണം കേട്ടോ. കിട്ടുമ്പോഴൊരു സന്തോഷമില്ലേ. നാട്ടിലൊക്കെ ഇഷ്ടംപോലെ കൃഷി ഉണ്ടാവുമല്ലേ ആൾക്കാരൊക്കെ. ഇവിടെ ഇത് കിട്ടുമെന്ന് ഒട്ടും പ്രതീക്ഷ ഉണ്ടായില്ല ബാംഗ്ലൂർ. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് കിട്ടി, സന്തോഷമായി. ഓരോന്നും കണ്ടുപിടിക്കുമ്പോൾ ഉള്ളൊരു സന്തോഷമില്ലേ. ആ മുഖം ഒന്ന് കാണിച്ചേ. അത് കാണാട്ടോ. അത് കിട്ടുമ്പോഴൊരു സന്തോഷം, ഭയങ്കര സന്തോഷം തന്നെയാണ്. കയ്യിൽ നോക്കി കാണിക്ക്. കണ്ടാ, ഇതാണ് ക്യാരറ്റ് കേട്ടോ ഞങ്ങൾ നട്ടിരിക്കുന്നത്. ക്യാരറ്റും ആയിട്ടുണ്ട്. ഇതായാലും നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ ഇടയിൽ അല്ലേ. ക്യാരറ്റ് ഇപ്പോൾ പറിക്കേണ്ട ആവശ്യമില്ല, അത് മൂടിയിട്ടേക്കാം. എവിടെയുണ്ട് കണ്ടോ, കൊത്തിയ ചിലപ്പോൾ കിട്ടും.
വലിയ വലിയ കൂർക്കലുണ്ട് ഇവിടെ. ഇതാ ഇപ്പം ഈ സെക്ഷനിൽ നിന്ന് പറിച്ച കൂർക്കയാണ് ഇതാ ഇത്രയും കണ്ട. ഇനി ഒരു സെക്ഷനും കൂടി ഉണ്ട് കേട്ടോ, അതും കാണിച്ചു തരാം. ഇത് കടയിലുണ്ടോ നോട്ടത്? ആ കടയിലാവുന്ന അല്ലേ? ഇത് വലുതായിട്ടല്ലോ. ആക്രാന്തം കണ്ട പറിക്കാനുള്ള. ഉണ്ട് വലുതൊക്കെ ഉണ്ട്. ആഹാ എന്താ ഉരുളക്കിഴങ്ങ് മാതിരി ഒന്നാണ് കൂർക്ക. എന്താ സി ഒരു കൂർക്കയുടെ സൈസൊക്കെ ഉരുളക്കിഴങ്ങിൻ്റെ അത്രയുണ്ട്. ഇത് കൊള്ളാം കേട്ടോ. ഞങ്ങൾ ഫുഡിൻ്റെ വേസ്റ്റാണ് വളമായിട്ട് ഇട്ടിരുന്നത്. ഒരു വീട്ടിൽ എന്തൊക്കെ വേസ്റ്റ് ഉണ്ടോ അതൊക്കെ കൊണ്ടുവന്ന് ഇടുമായിരുന്നു കേട്ടോ. അല്ലാണ്ട് ഇവിടെയൊക്കെ വളം കിട്ടാനൊക്കെ നല്ല വിലയല്ലേ, അപ്പം ഞങ്ങൾ അങ്ങനെ ചെയ്യാം. എന്തോടെ ഇങ്ങനത്തെ വരുന്ന കൂർക്ക? വാ സൂപ്പർ മണം കേട്ടോ. പണിയിലൊക്കെ ഉണ്ട്. വലുത് കൂർക്കയാണോ ഉരുളക്കിഴങ്ങാണോ ചേനയെന്ന് അറിയില്ല, അതേമാതിരി ഉണ്ടായിരുന്നു. വലുതുണ്ടാക്കിയാലും കുറ്റം. കണ്ടോ ഞങ്ങൾ പറിച്ച കൂർക്ക. ഇത് ഏകദേശം ഒരു 5 കിലോയിൽ മേലെ ഉണ്ടാവും തോന്നുന്നു. താഴെ പോയിട്ട് വെയിറ്റ് നോക്കാം കേട്ടോ. കൂർക്ക ഒരുമാതിരി ആയിട്ടുണ്ട്. ഇനി ഇത് അപ്പുറത്ത് റാഡിഷ് ഉണ്ട് കേട്ടോ, അതും വലുതായിപ്പോയി. പറിക്കാണ്. അല്ലേ അയ്യോ കൂട്ടിരുന്നു. നമ്മൾ ആദ്യം ഒരു ഷീറ്റാണ് ഇട്ടിരുന്നത്, അതിപ്പം വെയിലൊക്കെ കൊണ്ടൊന്ന് പൊളിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞങ്ങൾ ടൈൽസ് വെക്കുകയാണ് കേട്ടോ. നമ്മൾ വീണ്ടും വിളവെടുപ്പൊക്കെ കഴിഞ്ഞ് ഇനി മണ്ണ് തിരിച്ച് വളമൊക്കെ ഇട്ട് സെറ്റ് ചെയ്യാൻ പോവാണ്. ഇതാ വളമായിട്ട് ഇടുന്നത് ഫുഡുകളിലിട്ട് പഴകിയ വേസ്റ്റാട്ടോ. കുറച്ച് ഇലകൾ ഉണങ്ങിയത്, ഇവിടെ തന്നെ കിടക്കണ ഇലകളൊക്കെ ഉണങ്ങിയതൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. കൂർക്ക പറിച്ച സ്ഥലത്തിൽ എല്ലാം ക്ലീനാക്കി വളമെല്ലാം ഇട്ടിട്ട് കുറച്ച് കൂർക്കയുടെ തല പഴയ തന്നെ കുത്തിയിട്ടിട്ടുണ്ട്. അത് മുളയ്ക്കുമില്ലെന്ന് എനിക്കറിയില്ല, നമുക്ക് നോക്കാം. അപ്പോൾ ഇനി വലുതായി കഴിഞ്ഞിട്ട് അടുത്ത കൂർക്ക പറിക്കാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഒരു 5 കിലോ ഉണ്ട് കേട്ടോ. മണ്ണൊക്കെ പോകുമ്പോൾ എന്തായാലും 5 കിലോ ആവും. ഇത്രയും ഞങ്ങൾക്ക് കൃഷി ചെയ്ത് കിട്ടി. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് കിട്ടിയൊരു വിളവാണ്. ഞങ്ങളുടെ വീഡിയോസ് കാണുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അടുത്തുള്ള ബെല്ലൈക്കണിൽ പ്രസ് ചെയ്ത് ഓളിൽ ക്ലിക്ക് ചെയ്താൽ എല്ലാ നോട്ടിഫിക്കേഷൻസും വരുന്നതാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും താങ്ക്സ്. നിങ്ങളുടെ സപ്പോർട്ടിന് ഇനിയും വേണം. ഓക്കെ, താങ്ക് യു.